ഈ അടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടി. അവൻ പണ്ടേ വലിയ പഠിപ്പിയായതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ലെങ്കിലും ജോലി കിട്ടിയതിൻ്റെ ട്രീറ്റ് ചോദിക്കാൻ മറക്കരുതല്ലോ. ചോദിച്ചപ്പോൾ ആൾക്ക് പോസ്റ്റിക്ക് അങ്ങ് വൈക്കത്താണ്. അങ്ങോട്ട് പോരെ, എത്ര ട്രീറ്റ് വേണം നിനക്കെന്നൊക്കെ ചോദിക്കുന്ന കേട്ടപ്പോൾ പോയേക്കാമെന്ന് ഞാനും വിചാരിച്ചു. പെട്രോളിനൊക്കെ ഇപ്പം എന്താ ചെലവ്, അതുകൊണ്ട് എന്തായാലും പോണ കൂട്ടത്തിൽ 1-2 കാര്യങ്ങൾ കൂടി നടത്തണമല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന മെയിൻ ക്ഷേത്രങ്ങളിൽ ഒന്ന് അവിടെ ഉണ്ടല്ലോ എന്നോർത്തത്. എങ്കിൽ പിന്നെ അത് നടക്കട്ടെ എന്ന് കരുതി. കോട്ടയം ജില്ലയിൽ വൈക്കം നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്ന് കരുതുന്നു. 10 ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കേ ഗോപുരത്തിലൂടെ അകത്ത് കടന്നാൽ ആദ്യം എത്തുന്നത് ഒരു വലിയ ആനക്കൊട്ടിലാണ്. ക്ഷേത്രത്തിലെ വിവാഹം, ചോറൂണ്, ഭജന, അടിമകിടത്തൽ, തുലാഭാരം തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കുന്നത് ഈ ആനക്കൊട്ടിലാണ്. ഉത്സവകാലത്ത് മേളം നടക്കുന്നതും ഇവിടെയാണ്. ഭീമാകാരമായ കരിങ്കൽ തൂണുകൾ ഇവിടെ കാണാം. അവയിൽ നിരവധി ദേവരൂപങ്ങളുമുണ്ട്. ഇതിനുമപ്പുറമാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട നന്ദിയെ ശിരസിലേറ്റിക്കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ കൊടിമരങ്ങളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത്. അതുമാത്രമല്ല കേട്ടോ, ഇവിടെ ക്ഷേത്രത്തിന്റെ 4 വശങ്ങളിലും നന്ദിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനൊരു കാര്യം ഞാൻ ആദ്യമായിട്ട് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറെവിടെങ്കിലും ഇങ്ങനെ നന്ദി പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അവിടെയും 1-2 കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ച് ഒന്ന് വലം വയ്ക്കാൻ മുന്നോട്ട് നടന്നു. ഇവിടെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പറയട്ടെ. കേരളത്തിൽ അണ്ഡാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണ് വൈക്കം ക്ഷേത്രത്തിലേത്. വാസ്തുവിദ്യയിൽ അപാരമായ കഴിവുള്ള ശില്പികൾക്ക് മാത്രമേ ഇത്തരമൊരു അപൂർവ നിർമ്മിതി നടത്താൻ കഴിയുള്ളൂ അത്രേ. അപ്പൊ അതിന്റെ പിന്നിൽ ആരാണെന്നറിയണ്ടേ? വേറെ ആര്? പെരുന്തച്ചൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന കേരളത്തിലെ 2 ക്ഷേത്ര ശ്രീകോവിലുകളിൽ ഒന്നാണ് വൈക്കം മഹാദേവ ക്ഷേത്രം. മറ്റൊന്ന് എവിടെയാണെന്ന് അറിയാമെങ്കിൽ പറയുമോ? ഭാരതത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും മുഖ്യദേവനായോ ഉപദേവനായോ ഗണപതിക്ക് പ്രതിഷ്ഠകളുണ്ടാകും. ശിവപാർവതിയെ പുത്രനായ ഗണപതിക്ക് വൈക്കം ക്ഷേത്രങ്ങളിൽ 3 ഇടങ്ങളിലായി 4 പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ശ്രീകോവിലില്ലാതെ ഒരു തറയിലാണ് പനച്ചിക്കൽ ഭഗവതിയുടെ പ്രതിഷ്ഠ. മേൽക്കൂരയില്ലാതെ കുടികൊള്ളുന്നതിനാൽ വനദുർഗയാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ശ്രീ ഭദ്രകാളി ഭാവവും ഭഗവതിക്കുണ്ട്. ഗണപതിയുടെ ഭൂതഗണങ്ങളിൽ ഒരാളായ തൃശൂരി കൊലപ്പെടുത്തിയ യക്ഷിയുടെ അവശിഷ്ടങ്ങളിൽ തല വന്നു വീണ ഭാഗത്താണ് ഈ പ്രതിഷ്ഠ എന്നറിയപ്പെടുന്നു. പനച്ചിക്കൽ ഭഗവതിയുടെ തറയ്ക്ക് തൊട്ടുപുറകിലാണ് നാഗത്തറ. ഇവിടെ നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയുമാണ് പ്രധാനം. കൂടാതെ വേറെയും ഒരുപാട് നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാഗദൈവങ്ങൾക്ക് ദിവസവും 100 പാലും നേദിക്കാറുണ്ട്. കൂടാതെ സർപ്പം പാട്ട്, മഞ്ഞൾപ്പൊടി അഭിഷേകം തുടങ്ങിയവയും പ്രധാനമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചിക മാസത്തിലെ വൈക്കത്തഷ്ടമി മഹോത്സവമാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കൊടിയേറ്റവും ആറാട്ടും നോക്കിയല്ല ഉത്സവം നടത്തുന്നത്. മൊത്തം 13 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ 12ാം നാൾ അഷ്ടമി വരുന്ന വിധത്തിലാണ് ഉത്സവം. ഇനിയുള്ളത് ഏറെ പ്രത്യേകതകളുള്ള വടക്കുപുറത്ത് പാട്ടാണ്. ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടത്തുന്ന വിശേഷാൽ ചടങ്ങാണിത്. അതായത് ഒരു സംവത്സരത്തിൽ ഒരിക്കൽ മാത്രം. ക്ഷേത്രത്തിൽ ദേവീ പ്രതിഷ്ഠകളില്ലെങ്കിലും ഭദ്രകാളി പ്രീതിക്കായി നടത്തിവരുന്ന ഒരു ആചാരമാണിത്. ആദിപരാശക്തിയുടെ അഭാവത്തിൽ ശിവൻ പ്രവർത്തനരഹിതനാകാതിരിക്കാനാണ് ഈ ചടങ്ങെന്നാണ് വിശ്വാസം. അതായത് ശിവശക്തി സംയോഗം. ഇത്രയും വിശേഷപ്പെട്ട ചടങ്ങ് ഈ വർഷം നടക്കാൻ പോകുന്നുവെന്നത് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. പ്രാർത്ഥിച്ച് മടങ്ങാമെന്ന് കരുതി നിൽക്കുമായിരുന്നു.
ഞാനിങ്ങനെ താറാവ് നടക്കുന്ന പോലെ നടക്കുന്ന കാണുമ്പോൾ മനസ്സിലായില്ലേ, നല്ല വെയിലാണ്, കാല് നന്നായിട്ട് പൊള്ളുന്നുണ്ട്. ഒരാവേശത്തിന് സാരിയും എടുത്ത് ചുറ്റി. ഇപ്പോഴാണെങ്കിൽ ചൂടെടുത്ത് ദാഹിച്ചിട്ട് വയ്യ. നേരെ നോക്കുമ്പോൾ കാണുന്നത് ചുക്ക് കാപ്പിയും ചുക്കു വെള്ളവും ഒഴിച്ചു കൊടുക്കുന്ന 3 ചേട്ടന്മാരെയാണ്. ഹോ, അപ്പ തോന്നിയൊരാശ്വാസം. വേഗം ചെന്ന് നിന്ന് ചോദിക്കുന്നതിന് മുന്നേ അവർ ഓരോ ഗ്ലാസ് എടുത്ത് കയ്യിലും തന്ന്. ചോദിച്ചപ്പോഴല്ലേ പറയുന്നത്, ഏതാണ്ട് 10 വർഷത്തോളമായി അവരിങ്ങനെ എല്ലാ വർഷവും ഫ്രീ ആയി സ്വന്തം കയ്യിലെ പൈസയ്ക്ക് ഇവിടെ വരുന്നവർക്ക് ചുക്കുവെള്ളവും ചുക്കു കാപ്പിയും വൈകുന്നേരം ബ്രൂ കോഫിയും ഒക്കെ കൊടുക്കുന്നുണ്ടെന്ന്. 10-20 വർഷത്തോളമായി ഞങ്ങൾ തുടർച്ചയായിട്ട് കാപ്പി കുടിവെള്ളവും കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇന്ന് ഈ വർഷം ഇപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞിരിക്കുക. വൈകുന്നേരം കാപ്പിയാണ് കൊടുക്കുന്നത്, ബ്രൂ കോഫിയാണ് കൊടുക്കുന്നത്. അല്ലാതെ സാധാ കാപ്പിയല്ല, ബ്രൂ കോഫി ചക്കരയും കരിപ്പട്ടി കാപ്പിയാണ്. ആ അതെ, ഇത് എന്നോട്ട് തുടങ്ങിയത് 10 ദിവസം കഴിഞ്ഞു. അതല്ല അവർ എല്ലാ വർഷവും ഞങ്ങൾ കാപ്പി 10-20 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അതെ, ഞങ്ങൾക്ക് മുമ്പുള്ള പ്രായമുള്ള ആൾക്കാർ തുടങ്ങി വെച്ചത്. ഞങ്ങളിത് കണ്ട് പഠിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരാഗ്രഹം, അവരൊക്കെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്കും ഇത് കൊടുത്താൽ എന്താണ് ഞങ്ങളെയൊക്കെ കുറേ പൈസ ഞങ്ങളുടെയൊക്കെ പോക്കറ്റിൽ നിർത്താനും നടത്തുന്നത്. എല്ലാ വർഷം 12 വർഷം കൂടുമ്പോൾ ഒരിക്കലുണ്ടാകുന്നതാണ് കൊടിയച്ഛനെന്ന് പറഞ്ഞു. അച്ഛനെ അല്ല മെയിനായിട്ട് അമ്മയെ ആവാഹിച്ച് ഭരണി നാള് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലാണ് ഇവിടെ ഭഗവതി വരുന്നു എന്നുള്ളതാണ് സങ്കല്പം. അതായത് ഇവിടെ കൊച്ചി മഹാരാജാവ് ഭരിച്ചിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ മസൂരി ബാധിച്ചു. ആ സമയത്ത് രാജാവിൻ്റെ ഒരു വിചാരം ഇതാണ്, കൊടുങ്ങല്ലൂരുമേ പ്രവഹിച്ച് കൊടുങ്ങല്ലൂരുമേ ഇവിടെ വന്ന് ഈ അസുഖങ്ങളൊക്കെ മാറ്റി എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ പേരിലാണ് ഇവിടെ ഈ എല്ലാ 12 വർഷം കൂടുമ്പോഴും കളയെഴുത്തും പാട്ടെന്നാണ് പറയുന്നത്. കളയെഴുത്തും പാട്ട് ഭദ്രകാളിയുടെ 6 കൈ മുതൽ തുടങ്ങും. 32 കൈയിൽ അല്ല 64 കൈയിലാണ്. ഈ 12 ദിവസം കൊണ്ട് 64, ലാസ്റ്റ് 64 കൈ. ഈ 12 വർഷത്തിന്റെ ഗ്യാപ്പ് എന്താ? ഒരു സംവത്സരം എന്നുള്ളത് 12 വർഷം. സംവത്സരത്തിൽ ഒരു തവണ. പൂർവികരായി തുടങ്ങി വെച്ചത് ഇവര് തുടരുന്നേ ഉള്ളൂ എന്ന് നിസ്സാരമായി പറഞ്ഞെങ്കിലും അതിന്റെ പിന്നിൽ എത്രമാത്രം നന്മയും ഉള്ളിൽ ഭക്തിയും ഉണ്ടായിരുന്നിരിക്കണം അല്ലേ? ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യുന്ന ഇവരെ അഭിനന്ദിക്കുക മാത്രമല്ല, ഇനിയും ഒരുപാട് വർഷക്കാലം ഇത് തുടരാനുള്ള സമ്പത്തും ആരോഗ്യവും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഏതായാലും ഇനി വേറെയും കുറേയധികം ചടങ്ങുകളും വിശേഷ ദിവസങ്ങളുമൊക്കെ ഇവിടെ വരാനുണ്ടത്രേ. പറ്റുമെങ്കിൽ കഴിയുന്നതിനൊക്കെ വന്ന് പങ്കെടുക്കൂ കേട്ടോ എന്ന് പറഞ്ഞാണ് ഇവർ നമ്മളെ വിട്ടത്. നോക്കട്ടെ, വരുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളെയും കൊണ്ടുവരാം. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻ. താങ്ക് യു.